ഏവർക്കും ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം മത്സര പരീക്ഷകളിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്തുള്ള PSC പരീക്ഷയുടെ സിലബസ് ഒക്കെ പരിശോധിച്ചാൽ അറിയാം. പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് എന്ന് പറയുന്ന സിലബസിൻ്റെ ഭാഗമാണ്. അത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെ ഭാഗമാണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ മേഖലയിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്? യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായൊരു ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. ചെറിയ സിലബസാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഞാനതിനെ കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ആദ്യ അവസാനം കാണുക. ഈ ക്ലാസ്സിൻ്റെ അവസാനം ഈ വിഭാഗത്തിൽ നിന്ന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും ഉണ്ടാകും. അതുകൊണ്ട് അധ്യായം ആദ്യ അവസാനം കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്? ആദ്യം നമുക്ക് പ്രിഫിക്സ് നോക്കാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് ഓഫ് എ വേർഡ്. ഒരു വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു കൂട്ടം വാക്കുകളെ, ഒരു കൂട്ടം ലെറ്റേഴ്സിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. പ്രിഫിക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ലെറ്റേഴ്സിൻ്റെ കൂട്ടം, പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് ഓഫ് എ വേർഡ്. പ്രിഫിക്സിന് ഉദാഹരണം നോക്കാം. അൺഹാപ്പി, ഈ വാക്ക് നോക്കൂ, അൺഹാപ്പി. ഇവിടെ ഏതാ റൂട്ട് വേർഡ്? ഹാപ്പി എന്ന് പറയുന്ന റൂട്ട് വേർഡാണ്. അതിന് തൊട്ട് മുമ്പിൽ അൺ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ UN എന്ന് പറയുന്ന രണ്ട് ലെറ്റേഴ്സ് ഇരിക്കുന്നു. അപ്പോൾ ഈ UN അല്ലെങ്കിൽ അൺ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഈ ഹാപ്പി എന്ന് പറയുന്നത് റൂട്ട് വേർഡാണ്. അപ്പോൾ ഹാപ്പി എന്ന് പറയുന്ന റൂട്ട് വേർഡിന് മുമ്പിൽ UN എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ചപ്പോൾ അൺഹാപ്പിയായി, അതിന് നേരെ വിപരീത പദമുള്ള വാക്കുകളായി. എന്നാൽ എല്ലാ പ്രിഫിക്സസും വിപരീതം ഉണ്ടാക്കാനുള്ളതല്ല കേട്ടോ. ചില സമയങ്ങളിൽ ചില വാക്കുകൾ വിപരീത പദം കിട്ടാൻ വേണ്ടിയായിരിക്കും. ചില വാക്കുകൾ അതിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. മറ്റൊരു ഉദാഹരണം നോക്കൂ. എനേബിൾ. എനേബിൾ എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു. ഏബിളിൻ്റെ മുമ്പിൽ N വെച്ചിരിക്കുകയാണ്. എനേബിൾ. അപ്പോൾ എനേബിളും അതുപോലെ ഡിസേബിളും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എനേബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസേബിൾ. അതുകൊണ്ട് ഡിസ്. ഓക്കെ, എനേബിൾ, ഡിസേബിൾ. ഇവിടെ ഡിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിഫിക്സ് ആണ്. N എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. അപ്പോൾ ഒരിക്കലും ഏബിളിൻ്റെ ഓപ്പോസിറ്റ് അല്ല കേട്ടോ എനേബിൾ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ N വെച്ചപ്പോൾ ഓപ്പോസിറ്റ് കിട്ടിയിട്ടില്ല. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പലർക്കും സംശയമുള്ളൊരു മേഖലയാണ്. നോക്കൂ, ഏബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് അൺഏബിൾ ആണ്. എന്നാൽ എനേബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസേബിൾ. ഓക്കെ, ഡിസേബിൾ. ഇത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഏബിൾ, അണേബിൾ, എനേബിൾ, ഡിസേബിൾ. അതുപോലെ എബിലിറ്റിയാണ് പറയുന്നതെങ്കിൽ, എബിലിറ്റി എന്ന് പറയുന്ന നാമത്തിലാണ് പറയുന്നതെങ്കിൽ ഇനബിലിറ്റിയാണ്. ഇൻഎബിലിറ്റി. ഞാനിത് പറയാൻ കാരണം ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഏബിൾ അഡ്ജക്റ്റീവാണ്. രണ്ടാമത് പറഞ്ഞത് എനേബിളും ഡിസേബിളും വെർബാണ്. ഏബിളും അണേബിളും അഡ്ജക്റ്റീവാണ്. എനേബിളും ഡിസേബിളും വെർബാണ്. എബിലിറ്റിയും ഇനബിലിറ്റിയും നൗണാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് തിരികെ വരാം. പ്രിഫിക്സ്. അപ്പോൾ പ്രിഫിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് സഫിക്സ് എന്താണെന്നുള്ളത് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ റൂട്ട് വേർഡ്. റൂട്ട് വേർഡിൻ്റെ, റൂട്ട് ഓഫ് എ വേർഡ്, റൂട്ട് വേർഡിൻ്റെ ശേഷം ആഫ്റ്റർ അല്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പുറത്ത് ഫുൾ വെച്ചിരിക്കുന്നു. സിക്കിൻ്റെ ഇപ്പുറത്ത് നെസ് വെച്ചിരിക്കുന്നു. സിക്കനെസ്, ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഈ അവസാന ഭാഗത്തുള്ളത് ഫുള്ള് ഇവിടെ സഫിക്സ് ആണ്, നെസ് ഇവിടെ സഫിക്സ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് പ്രിഫിക്സ്. ഒരു റൂട്ട് വേർഡിൻ്റെ മുമ്പിൽ ഒരു കൂട്ടം ലെറ്റേഴ്സ് വെച്ചാൽ അത് പ്രിഫിക്സ്. ഒരു റൂട്ട് വേർഡിൻ്റെ ശേഷമാണ് വെക്കുന്നതെങ്കിൽ അത് സഫിക്സ്. സംഭവം ഇത്രയേ ഉള്ളൂ. എങ്കിലും ഞാനിതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്രിഫിക്സസ് ആയിട്ട് പൊതുവേ വരുന്ന ചില വാക്കുകളുണ്ട്. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അത് കാണാതെ നോട്ട് എഴുതി കാണാതെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. സാധാരണ വരുന്ന പ്രിഫിക്സുകളാണ് N, M. എപ്പോഴെങ്കിലും ഒരു കേസ് ടു കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ, ക്ലോസ്. N വെച്ചിട്ട് എൻക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ മീനിങ്. അതിനെ എൻക്ലോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താണ്, ഒരു ഉള്ളിലേക്ക്
എന്ന അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവനായിട്ട് കംപ്ലീറ്റ് എന്ന അർത്ഥത്തിലേക്ക് മാറുകയാണ്. എംബ്രേസ്, ബ്രേസ് എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുക എന്ന് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു എം കൂടെ വരുമ്പോൾ എംബ്രേസ് അല്ലേ, നമ്മൾ ആലിംഗനം ചെയ്യുക എന്ന അർത്ഥത്തിലേക്ക് വരികയാണ്. അപ്പോൾ എം, ഓക്കെ, എം, എൻ. എൻകറേജ്മെൻറ്റ്, കറേജിൻ്റെ മുമ്പിൽ ഒരു എൻ വരികയാണ്, എൻകറേജ്മെൻറ്റ്. ഇവിടെ സഫിക്സും വരുന്നുണ്ട്, കറേജിൻ്റെ ശേഷം ഒരു മെൻറ്റും മുമ്പിലൊരു എന്നും വരുന്നുണ്ട്. രണ്ടും ഒത്തുചേരുന്ന വാക്കാണത്. എങ്കിലും എൻകറേജ്മെൻറ്റ് എൻ പ്രിഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നു, എം പ്രിഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നു. മറ്റൊന്നാണ് അൺ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ഒരുപാട് വാക്കുകൾ പറയാറുണ്ട്. ഒട്ടുമിക്ക വാക്കുകളുടെയും ഓപ്പോസിറ്റ് പറയാനാണ് അല്ലേ, അതങ്ങനെയല്ല എന്ന് പറയാം. അത് നേരെ വിരുദ്ധമായ അർത്ഥം വരുന്ന വാക്കുകൾ പറയാനാണ് നമ്മൾ അൺ ഉപയോഗിക്കാറുള്ളത്. അൺഫെയർ, അൺഫ്രണ്ട്ലി, അൺഡൺ, അൺഓൺ. ഞാൻ ജസ്റ്റ് വായിച്ചു പോകുക, കാരണം ഇതിൽ കൂടുതലൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഡിസ് മറ്റൊരു പ്രിഫിക്സ് ആണ്, അതും ഓപ്പോസിറ്റ് പറയാനാണ് ഉപയോഗിക്കാറുള്ളത്. ഗ്രേസിൻ്റെ മുമ്പിൽ ഡിസ്ഗ്രേസ് അല്ലേ, ഡിസ്ഗ്രേറ്റ്, ഡിസ്ഗ്രേസ്, അപമതി അല്ലെങ്കിൽ എന്തെങ്കിലും ഐശ്വര്യക്കേട് എന്ന അർത്ഥത്തിലാണ്. ഹോണസ്റ്റിൻ്റെ മുമ്പിൽ ഡിസ്ഹോണസ്റ്റ്, അപ്പിയറിൻ്റെ മുമ്പിൽ ഡിസ്അപ്പിയർ. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട, ഡിസപ്പിയർ അപ്രത്യക്ഷമാവുക. ഓപ്പോസിറ്റ് മീനിങ് ആണ് ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് തരുന്നത്, അൺ എന്ന് പറയുന്ന പ്രിഫിക്സ് തരുന്നത്. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ അല്ലാതെ നിങ്ങൾക്കും ഒരുപാട് എക്സാമ്പിൾ നിങ്ങളുടെ വായിൽ വരുന്നുണ്ടാവും. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇഷ്ടം പോലെ കടന്നു വരുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഇൻലാൻഡ്, ഇൻസൈഡ്, സൈഡിൻ്റെ മുമ്പിൽ ഇൻ വന്നപ്പോൾ ഇൻസൈഡ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, ഉള്ളിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ഇന്നെന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കാറുള്ളത്. ഇൻ, ഇം, ഇൽ, ഇർ, ഈ പറയുന്ന 4 പ്രിഫിക്സും ഓപ്പോസിറ്റ് വേർഡ് പറയാൻ ഉപയോഗിക്കാറുണ്ട്. ആക്റ്റീവിൻ്റെ മുമ്പിൽ ഇനാക്റ്റീവ്, പ്രോപ്പറിൻ്റെ മുമ്പിൽ ഇംപ്രോപ്പർ, ലീഗലിൻ്റെ മുമ്പിൽ ഇല്ലീഗൽ, റെസ്പോൺസിബിൾ, ഇറസ്പോൺസിബിൾ. ഒരു ഉത്തരവാദിത്വമില്ല, ഇറസ്പോൺസിബിൾ അല്ലേ, ഇറസ്പോൺസിബിൾ. ലീഗൽ നിയമപരമായിട്ടുള്ള, ഇല്ലീഗൽ നിയമവിരുദ്ധമായിട്ടുള്ള. അപ്പോൾ ഇന്നും ഇമ്മും ഇല്ലും ഇറും ഒക്കെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇതെല്ലാം പ്രിഫിക്സസ് ആണ്. മറ്റൊരു പ്രിഫിക്സ് ആണ് മിസ്, റോങ്ലി അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിൽ എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റർപ്രറ്റ്, മിസ് ഇൻറ്റർപ്രറ്റ്, മിസ് ഇൻറ്റർപ്രറ്റ്, മിസ് ഇൻറ്റർപ്രറ്റ്, മിസ് ഇൻറ്റർപ്രറ്റ്. മിസ്റ്റേക്ക് നോക്കൂ, മിസ്റ്റേക്ക്, മിസ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെയൊക്കെ മിസ് റോങ്ലി ആയിട്ടുള്ളൊരു ആ ഒരു സെൻസിലാണ് നമുക്കതിൻ്റെ മീനിങ് തരുന്നത്. റീ എന്ന് പറഞ്ഞാൽ എഗൈൻ ആണ് അതിൻ്റെ മീനിങ് അല്ലേ. ഈ പ്രിഫിക്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എഗൈൻ അല്ലേ, വീണ്ടും എന്ന അർത്ഥത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീ ഉപയോഗിക്കാറുള്ളത്. റീടേൺ അല്ലേ, തിരിച്ചു വരിക. റീഡിസ്കവർ, റീഇറ്ററേറ്റ്, റീയൂണൈറ്റ്. അടുത്തത് സബ് നമ്മളെപ്പോഴും അണ്ടർ അല്ലേ, ഒന്നിൻ്റെ താഴെ എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയാണ് സബ്മേർജ്, സബ്മറൈൻ, സബ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സബ് കാറ്റഗറി, സബ് ടൈറ്റിൽ അല്ലേ, ഇത് സബ്ബായിട്ട് അല്ലേ, തൊട്ട് താഴെ അണ്ടർ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സബ് എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. മിഡ് എന്ന് പറയുന്ന പ്രിഫിക്സ് മിഡിൽ എന്ന അർത്ഥത്തിലാണ്. മിഡ് ഡേ, മിഡ് വേ അല്ലേ, നട്ടുച്ച, മിഡ് ഡേ അല്ല, മിഡ് വേ വഴി മധ്യേ എന്നൊക്കെ അർത്ഥത്തിൽ, നടുവിൽ, മിഡിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ മിഡ് ഉപയോഗിക്കാറുള്ളത്. മിഡ് സമ്മർ അല്ലേ, മിഡ് സമ്മർ. അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകളെല്ലാം പ്രിഫിക്സുകളാണ്. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഫോർകാസ്റ്റ്, ഫോർഹെഡ്, ഫോർസീ, ഫോർവേഡ്. ഫോറിൻ്റെ അർത്ഥം ബിഫോർ എന്നാണ്. ഫോർ വെച്ചിട്ട് നമ്മൾ ബിഫോർ എന്ന അർത്ഥത്തിലാണ് വാക്കുകളുടെ അർത്ഥത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഡി വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് അർത്ഥങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഡി വാല്യൂ, ഡി റെയിൽ, ഡി മോട്ടിവേറ്റ്, നിരുത്സാഹപ്പെടുത്തുക, ഡിമോട്ടിവേറ്റ്, നിരുത്സാഹപ്പെടുത്തുക, ഡിമോട്ടിവേറ്റ്. അടുത്തത് ഇൻ്ററാക്ട്, ഇൻ്റർമീഡിയറ്റ്, ബിറ്റ്വീൻ എന്ന അർത്ഥമാണ് ഈ ഒരു പ്രിഫിക്സിന് സാധാരണ രീതിയിൽ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രിഫിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം പ്രധാനപ്പെട്ട പ്രിഫിക്സുകളാണ്. അതുപോലെ തന്നെ സഫിക്സുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒരു തവണ കാണേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട, ആവർത്തിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, അത്രമാത്രം. അസി എന്ന് പറയുന്ന ഒരു സഫിക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരുപാട് അസികളുണ്ട്. ഡെമോക്രസി, ആക്യുറസി, ലൂണസി, എത്ര അസികളുണ്ട് അല്ലേ. അതെപ്പോഴും ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്വാളിറ്റിയോ സ്റ്റേറ്റോ പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡെമോക്രസി, ആക്യുറസി, ഒരവസ്ഥയെക്കുറിച്ച് ആണ് നമ്മൾ ഈ അസി വെച്ചുകൊണ്ട് പറയാറുള്ളത് അല്ലേ. അതുപോലെ ഒരു ആക്ഷൻ പറയാൻ വേണ്ടിയാണ്. ക്രൈം എന്ന് പറയാറുണ്ട് നമ്മൾ, ക്രിമിനൽ. അതുപോലെ റെമഡിയൽ,
ഡിനയൽ എന്നൊക്കെ പറയുന്ന ഒരു ആക്ഷനാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സഫിക്സ് ആണ്, പ്രധാനപ്പെട്ട സഫിക്സ് ആണ്. മറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സഫിക്സ് ആണ് ആൻസ് ആൻഡ് എൻസ്. ആൻസ് അല്ലെങ്കിൽ എൻസ്. നോയ്സൻസ്, ആംബിയൻസ്, അത് ഒരു തരം സ്റ്റേറ്റോ ക്വാളിറ്റിയോ ആണ് നമ്മൾ അത്തരം കേസുകളിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സഫിക്സസ് ആണ്. മറ്റൊരു ഉദാഹരണം നോക്കൂ, ടോളറൻസ്. ഇനി നമുക്ക് ഇസം അല്ലേ, ഇസം, ഒരുപാട് ഇസങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ജൂതിസം, സ്കെപ്റ്റിസിസം, എസ്കേപ്പിസം അല്ലേ, എത്ര ഇസങ്ങളാണ്, ഒരുപാട് ഇസങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ടാകും. മെൻറ്റ് കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഇസം ബിലീഫ് പറയാനാണെങ്കിൽ മെൻറ്റ് കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് എൻചാൻറ്റ്മെൻറ്റ്. നോക്കി, ഇതേപോലെ ഇവിടെ ഒരു എൻ വന്നിട്ടുണ്ട് അല്ലേ. എൻ എന്താണ്? എൻ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രിഫിക്സ് ആണ്. മെൻറ്റ് എന്താണ്? സഫിക്സ് ആണ്. ആർഗ്യുമെൻറ്റ് അല്ലേ, ഇവിടെയൊക്കെ മെൻറ്റ് വരുന്നത് കണ്ടില്ലേ നിങ്ങൾ. അടുത്തത് ഷൻ, അത് നമ്മൾ സ്റ്റേറ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കുക. പൊസിഷൻ, പ്രൊമോഷൻ അല്ലേ, ഒരുപാടുണ്ട്. കൊഹീഷ്യൻ, ഇതെല്ലാം സഫിക്സസ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സഫിക്സ് ആണ് എൻ, സ്ട്രെങ്തൻ. ഇതെപ്പോഴും ബിക്കം എന്ന അർത്ഥത്തിലാണ് ഈ എൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫൈ, അത് മേക്ക് എന്ന അർത്ഥത്തിലാണ്. ജസ്റ്റിഫൈ, സിംപ്ലിഫൈ, മാഗ്നിഫൈ, സാറ്റിസ്ഫൈ. അടുത്തത് ഏബിൾ. ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതിൽ ഇബിൾ, ക്യാപ്പബിൾ എന്ന അർത്ഥത്തിലാണ്. ഓഡിബിൾ, നോക്കിയേ, ഓഡിബിൾ ഒരു ഉദാഹരണമാണ്. ഓഡിബിൾ. ഒരുപാട് ഇബിൾ, ഏബിൾ എന്ന അർത്ഥത്തിൽ ഒരുപാട് വാക്കുകൾ വരാറുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അയസ്, ഔസ്, പയസ്, ജലസ്, റിലീജിയസ്, റിഡിക്യുലസ്, ബിക്കം എന്ന അർത്ഥത്തിലാണ് അല്ലേ. നെക്സ്റ്റ് ഇഷ്, ക്വാളിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ് പറയുന്നു. സ്കീമിഷ്, ചൈൽഡിഷ് അല്ലേ, അങ്ങനെ എത്ര ഇഷുകളാണുള്ളത്. ഇനി IVE, ഇൻക്വിസിറ്റീവ്, നേച്ചർ പറയാൻ വേണ്ടിയിട്ട്, എന്തിൻ്റെയെങ്കിലും ഒക്കെ സ്വഭാവം, നേച്ചർ പറയാൻ വേണ്ടിയിട്ടാണ് ഇഫ് ഉപയോഗിക്കാറുള്ളത്. ഇൻഫോർമേറ്റീവ്, അറ്റൻറ്റീവ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് വരാം. ലെസ്, ധാരാളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ലെസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. വിത്തൗട്ട് എന്ന അർത്ഥത്തിൽ ഹോപ്പ്ലെസ്, ഹോംലെസ്, അങ്ങനെ എത്ര ലെസ്സുകളുണ്ട് അല്ലേ. ലീ, ക്വാളിറ്റി പറയാനാണ്. സോഫ്റ്റ്ലി, സ്ലോവിലി, ഹാപ്പിലി, മാഡ്ലി. ശരിക്കും ആഡ്വർബുകളാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ലീ വെച്ച് പറയാറുള്ളത്. ആഡ്വർബിനെ കുറിച്ചുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം. മറ്റൊന്നാണ് വാർഡ്സ്, ടു വാർഡ്സ്, ആഫ്റ്റർ വാർഡ്സ്, ബാക്ക് വാർഡ്സ് അല്ലേ, ഡിറക്ഷൻ പറയാൻ വേണ്ടി വാർഡ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സഫിക്സുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രിഫിക്സും സഫിക്സും എന്താണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടി. ഇനി എങ്ങനെയാണിത് പരീക്ഷയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. In many countries, it is dash legal to keep a gun in your house. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? പറയൂ, ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? In many countries, it is dash legal to keep a gun. തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിലേ നമുക്ക് ആൻസറിങ് വരും അല്ലേ. ഇല്ലീഗലാണ്. ഇൽ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ ലീഗലിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ലീഗലിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടുകയാണ്, ഇല്ലീഗൽ. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. വിച്ച് പ്രിഫിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോം ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി അല്ലേ, നന്ദി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നന്ദികേട്, അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടാൻ ഏത് പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത്? 2015 പരീക്ഷയാണ്. അൺമിസ് ദി ഡിസ് ഇൻ, ഏതാ ഇവിടെ ശരിയുത്തരം? തീർച്ചയായിട്ടും ഇവിടെ ശരിയുത്തരം ഇന്നാണ്. നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. നന്ദികേടിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ആഡിങ് സഫിക്സ്. ടൈഡി എന്ന് പറയുന്ന സഫിക്സ് ചേർത്തുകൊണ്ട് ഓപ്പോസിറ്റ് ഉണ്ടാക്കാൻ. ഫൈൻഡ് ദ ഓപ്പോസിറ്റ്. ഇവിടെ ഏതാണ് ഒരു ഓപ്പോസിറ്റ് വേർഡ് ഉള്ളത്? ടൈഡി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ്, അൺടൈഡി ആണ്. ടൈഡി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് അൺടൈഡി ആണ്. അൺടൈഡി 2015 ചോദ്യമാണ്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ പ്രിഫിക്സ് ഓഫ് ഹോമോ മീൻസ്. ഹോമോ ഒരു പ്രധാനപ്പെട്ട പ്രിഫിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് അത് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഹോമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. നമ്മൾ ഒരുപാട് വാക്കുകൾ, ഹോമോസെക്ഷൽ എന്നൊക്കെ പറയുന്ന വാക്ക് നമുക്ക് വളരെ പരിചിതമായ വാക്കുകളാണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞാൽ സെയിം സെക്സ് ആണ്. അപ്പോൾ ദ സെയിം എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരം. ഇത് VO പരീക്ഷയ്ക്ക് 2015 ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ദ സെയിം എന്നാണ് അർത്ഥം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഏബിൾ. ശ്രദ്ധിക്കണം കേട്ടോ, 2013 LDCയുടെ ചോദ്യമാണ്. ഏബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് കിട്ടാൻ ഏത് പ്രിഫിക്സ് ചേർക്കണം, അല്ലെങ്കിൽ ഏത് പ്രിഫിക്സ് ചേർത്തിട്ടുള്ളതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്? ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലേ. ഏബിൾ സാധാരണ ഒറ്റ നോട്ടം നോക്കുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ആമുഖത്തിൽ ആ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ചോദ്യം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഏബിളിൻ്റെ ഓപ്പോസിറ്റ് ഡിസേബിൾ ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല, ഇനേബിളുമല്ല. ഇനേബിളൊക്കെ നമുക്ക് പലരും പറയാറുണ്ടെങ്കിലും ഇതൊരു ശരിയായ പ്രയോഗമല്ല. ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിലവിലുള്ള ഒരു പ്രയോഗമല്ല. ഇങ്ങനൊരു പ്രയോഗം ഇല്ല സത്യത്തിൽ. ഓക്കെ, അപ്പോൾ ഡിസേബിൾ എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്, പക്ഷേ അതൊരു വെർബാണ്. ഏബിൾ ഒരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവായ ഏബിളിൻ്റെ ഓപ്പോസിറ്റ് അണേബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഏബിളിൻ്റെ ഓപ്പോസിറ്റ് അണേബിൾ ആണ്. ശ്രദ്ധിക്കണം, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അഡ്ജക്റ്റീവ്സുകളാണ്. എന്നാൽ വെർബായിട്ട് പറയുമ്പോൾ എനേബിൾ എന്ന് പറയും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡിസേബിൾ ആണ്. ഇതും പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വെർബുകളാണ്. മൂന്നാമതായിട്ട് എടുത്തു പറയാം, എബിലിറ്റി ഒരു നാമമാണ്. എബിലിറ്റിയുടെ ഓപ്പോസിറ്റ് ഇനബിലിറ്റിയാണ്. അപ്പോൾ ഇനബിലിറ്റി ഉണ്ട്, ഇത് നാമമാണ്. ഇനേബിൾ ഇല്ല, ഇനേബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആഡ് പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഗ്രേസ്. അല്ലേ, ഗ്രേസ് ഐശ്വര്യമുള്ള, ചാതുര്യമുള്ള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗ്രേസ്ഫുൾ. അപ്പോൾ ഗ്രേസ് 2014 VOയുടെ ചോദ്യമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? അൺഗ്രേസ്, ഡിസ്ഗ്രേസ്, മിസ്ഗ്രേസ്, ഇൻഗ്രേസ്. ഒറ്റ വായനയിൽ നമുക്ക് ആൻസർ ഇങ്ങോട്ട് പോരും. ഡിസ്ഗ്രേസ് ആണ് അല്ലേ. ഗ്രേസിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്ഗ്രേസ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം. യൂസ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ കൂടെ പ്രിഫിക്സും സഫിക്സും കൂടെ കൂട്ടണം. വെറും പ്രിഫിക്സ് മാത്രം പോരാ, യൂസ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷയ്ക്ക് 2011 കുറച്ച് വലിയ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഒറ്റ നോട്ടത്തിൽ കിട്ടൂല നമുക്ക്. നമുക്കറിയാം ഫോർഗെറ്റിൻ്റെ മുമ്പിൽ ചേർക്കാൻ സാധിക്കുന്ന ഒരു പ്രിഫിക്സാണ് അൺ അല്ലേ, ഒരു സഫിക്സ് ആണ് ഏബിൾ. അൺഫോർഗെറ്റബിൾ ഉണ്ടോ നോക്കൂ. അൺഫോർഗെറ്റബിൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ പ്രയോഗം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിഫിക്സ് ക്യാൻ ബി ആഡഡ് ടു ദ വേർഡ് റെഗുലർ. റെഗുലറിൻ്റെ കൂടെ ടു ഫോം ഇറ്റ്സ് ഓപ്പോസിറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് റെഗുലർ എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് കിട്ടണമെങ്കിൽ ഏത് പ്രിഫിക്സ് ചേർക്കണം? തീർച്ചയായിട്ടും നമുക്കറിയാം റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് ഇറഗുലറാണ്. റെഗുലർ, ഇറഗുലർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ ശരി. 2011 LDCയുടെ ക്വസ്റ്റ്യനാണ്. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അൾട്രാസോണിക് വേവ്സ് ഡാഷ് ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ്. ഇവിടെ നമുക്കറിയാം അൾട്രാസോണിക് വേവ്സ് വവ്വാലുകളെ ലൊക്കേറ്റ് ഒബ്ജക്ട്സ്, അത് ഒബ്ജക്റ്റുകളെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുകയാണ്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വെർബ് ആയിരിക്കണമല്ലോ. അങ്ങനെയെങ്കിൽ ഏതാണ് വെർബ്? ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, എനേബിളും ഓപ്പോസിറ്റായ ഡിസേബിളും വെർബുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, സഹായിക്കുകയാണ്, കാണാൻ വേണ്ടി സഹായിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ ചേർത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഏബിൾ എഴുതേണ്ടത്. എനേബിൾ അൾട്രാസോണിക് വേവ്സ് എനേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ്. വവ്വാലുകളെ അല്ലെങ്കിൽ നരിച്ചീറുകൾക്ക് വസ്തുക്കളെ, ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാൻ, കണ്ടെത്താൻ, തിരിച്ചറിയാൻ സഹായിക്കുന്നത്, എനേബിൾ ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. LDCയുടെ ചോദ്യമാണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രിഫിക്സ് ഇൻ ഡിസസോസിയേറ്റ്? ഈ ഡിസസോസിയേറ്റ് എന്ന് പറയുന്ന വാക്കിനകത്തെ പ്രിഫിക്സ് കണ്ടെത്താൻ സാധിക്കുമോ? സഫിക്സും പ്രിഫിക്സും പഠിച്ച ഒരാളെ സംബന്ധിച്ച് ആൻസർ തെറ്റില്ല. ഡിസസോസിയേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രിഫിക്സ് ആണ് ഡിസ് അല്ലേ. വാക്കിൻ്റെ മുമ്പിൽ ചേർക്കുന്നതാണ് പ്രിഫിക്സ്, അവസാനം ചേർക്കുന്നതാണ് എന്ത്? സഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്സാണ് ശരിയുത്തരം. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എന്താണ് സഫിക്സ്, എന്താണ് പ്രിഫിക്സ്, എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവർക്കും വിജയാശംസകൾ
അതുപോലെ നിങ്ങൾ ഈ ചാനലിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഒരുമിച്ച് 1 by 1 ആയിട്ട് കാണണമെങ്കിൽ ചാനലിലെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു, ബൈ.